അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു. ഇന്ന് സൗദി അറേബ്യയിലുള്ള ഒരു വൈകുന്നേരം ഒരു നോമ്പ് തുറ കണ്ടാലോ? അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം അല്ലേ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വളരെ സംഘർഷങ്ങളും പ്രശ്നങ്ങളും, യുദ്ധം നിർത്തുന്നു, യുദ്ധം അവസാനിക്കാൻ പോകുന്നു, വീണ്ടും പിന്നെ മിസൈലും പ്രശ്നങ്ങളും ഇതെല്ലാം ആകാശത്ത് വീണ്ടും കാണുന്നു. അപ്പോൾ ആകെ ഒരു സംഘർഷം നിറഞ്ഞ, മനസ്സിന് സമാധാനമില്ലാത്ത കുറച്ച് ദിവസങ്ങൾ തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടേതായ, നമുക്ക് നമ്മളോട് ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടികളുണ്ട് അല്ലേ? ഓരോ മനുഷ്യരും ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്ത് ജീവിക്കുമ്പോഴും അവർക്ക് അവരോട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണോ അവരവിടെ ജീവിക്കുന്നത് അതിനോട് നീതി പുലർത്തി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നമ്മളുടെ ഫാമിലി, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളെങ്ങനെയാണോ, നമുക്ക് എത്രത്തോളം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അത് നന്നായി യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ജീവിക്കാനും നന്നായി ഇബാദത്തെടുക്കാനും നമ്മൾ ശ്രമിക്കണം അല്ലേ? പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളുടെ ഒരു നോമ്പ് തുറ ബീച്ചിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീക്കെൻഡ്സിൽ കൂടാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളോട് കൂടി അത് ഷെയർ ചെയ്യുക. എത്രത്തോളം മനോഹരമായിട്ടാണ്, എത്ര സാധാരണ രീതിയിലാണ് ജനജീവിതം നടന്നു പോകുന്നത് എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാനും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് കട്ട്ലറ്റാണ്. അപ്പം ഇങ്ങനെ ഓരോ ഫാമിലീസും പലതും കൊണ്ടുവരും, പല പലഹാരങ്ങളായിട്ടാണ് ഞങ്ങളവിടെ ഒത്തുകൂടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ കട്ട്ലറ്റ് കുറച്ച് ഉണ്ടാക്കി. അപ്പം ഞാനും എൻ്റെ ചെറിയ മോള് വന്ന് പറഞ്ഞ് ഞാനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അവളും എന്നെ ഹെൽപ്പ് ചെയ്ത്, അപ്പോൾ അതും കൂടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കോർണിഷിലേക്ക് പോവുകയാണ്. അപ്പോൾ മോനും ഹസ്ബൻഡും ഫ്രണ്ടിലുണ്ട്, ഞാനും മക്കളും കൂടി പിന്നിലിരുന്ന് ഒരു ഷോർട്ട് കട്ടൊക്കെ എടുത്തിട്ട് നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് എന്തോ അത്ര തിരക്കില്ല. അങ്ങനെ ഞങ്ങൾ കോർണിഷിലെത്തി. അപ്പോൾ ഇനിയും അരമണിക്കൂറുണ്ട് ബാങ്ക് വിളിക്കാൻ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. കണ്ടില്ലേ എത്ര ഫാമിലീസും എത്ര ആൾക്കാരും ഒക്കെയാണ്. വളരെ സാധാരണ രീതിയിലാണ് സൗദി അറേബ്യയിലെ ഇവിടെ ജിദ്ദ എന്ന് പറയുന്ന മക്കയോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ജിദ്ദ. അവിടെ ആൾക്കാർ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്ക്. അതുപോലെ തന്നെ വളരെ ശാന്തമായിട്ടുള്ള കടലും പിന്നെ പ്രകൃതിയും സൺസെറ്റും എല്ലാം വളരെ മനോഹരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത്, ആൾക്കാരാണല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾ അതിർത്തിക്ക് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ ഇമോഷൻസിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് തല്ലും വഴക്കും പ്രശ്നങ്ങളും, ചെറുതിൽ നിന്ന് വലുതിലേക്കൊക്കെ ഈ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രകൃതി എത്ര ശാന്തമാണ്. അല്ലെങ്കിൽ കിളികളൊക്കെ നോക്കൂ, ആ ഒരു സൺസെറ്റിൻ്റെ സമയത്ത് അവരവരുടെ കൂട്ടിലണയാനും ഒക്കെ പാറിപ്പോകുന്നതും പറക്കുന്നതും ഒക്കെ കാണാം അല്ലേ? വളരെ ശാന്തമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ ഈ ഒരു ഒരിക്കലും നമ്മൾ സാച്ചുറേറ്റഡ് ആയി എന്ന് നമുക്ക് തോന്നില്ല. ഈ ആഗ്രഹങ്ങളും അധികാരങ്ങളും എല്ലാം നമുക്ക് വീണ്ടും 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 വേണമെന്ന് മാത്രമേ തോന്നുള്ളൂ. അതിൽ നിന്നുണ്ടാവുന്ന പിന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ പ്രശ്നങ്ങളും എല്ലാ ആൾക്കാരിലുള്ള വിദ്വേഷങ്ങളും. അത് ആൾക്കാരിൽ നിന്ന് പിന്നെ രാജ്യങ്ങളിലേക്കാവും. അങ്ങനെ അങ്ങനെ അത് വലിയ ഇഷ്യൂസായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ബാങ്ക് വിളിച്ചു, ഞങ്ങൾ നോമ്പ് തുറന്നു. സമൂസയും കട്ട്ലറ്റും പിന്നെ ചട്ടിപ്പത്തിരി, പിന്നെ ചിക്കൻ റോള്, റവ പോള, അങ്ങനെ പല പല ഐറ്റംസൊക്കെ ആയി. അൽഹംദുലില്ലാ അന്നൊരു ദിവസം ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് നമുക്ക് ലക്ഷറി ആയിട്ട് തന്നെ കാണണം അല്ലേ? ഇത്തരം ഒരുപാട് ആൾക്കാർ ഇതൊന്നുമില്ലാതെ ഇതിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ലോകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളത് ലക്ഷറി ആയിട്ട് തന്നെ വളരെ നന്ദിപൂർവ്വം അത് കാണും വേണം. അതിനുള്ള ഇത് നമ്മളെ പടച്ചോനോട് അറിയിക്കും വേണം, ആ ഒരു നന്ദി അറിയിക്കും വേണം. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി. അപ്പോൾ ഒരു സമാധാനത്തിലാണ് കടലും എല്ലാം ഉള്ളത്. റെഡ് സീ ആണത്. അപ്പോൾ അതൊക്കെ ഞങ്ങളങ്ങനെ കണ്ട് ഒരു ജസ്റ്റ് ഒരു വാക്ക്.
അപ്പോൾ ഈ ഒരു മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രെയിനിങ് പീരീഡ് പോലെയാണ് ഈ റംലാൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളെപ്പോലെയുള്ള പല ആൾക്കാർക്കും ഇങ്ങനൊരു മാസം വന്നാലാണ് വിശപ്പ് എന്താണ്, ദാഹം എന്താണെന്ന് പോലും നമ്മൾ അറിയുള്ളൂ. അതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ഇല്ല. അത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ. അപ്പോൾ അതറിഞ്ഞാൽ പോലും പിന്നെ അതിനെ നമ്മൾ അവഗണിക്കാതെ നമ്മൾ നമ്മളിൽ കൊണ്ടുവരേണ്ട ഒരുപാട് മാറ്റങ്ങളുണ്ട്. മറ്റുള്ളവരെ മനസ്സിലാക്കുക, ക്ഷമ, പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനത്തെ കുറേ നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ തന്നെ സ്വയം നമുക്ക് മാറ്റാവുന്ന പലതും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതും കൂടി നമ്മളത് ആ ഒരു മാസത്തിൻ്റെ എന്താണ് അതിൻ്റെ എസെൻസ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ മറ്റുള്ള മാസങ്ങളിലേക്ക് അത് പകർത്താൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കൂടിയിരുന്ന് അങ്ങനെ ഇശാ ബാങ്ക് കൊടുക്കണ വരെ ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഇശാ കഴിഞ്ഞ് ഞങ്ങൾ ഇശാ നിസ്കരിക്കാനും തറാവീഹിനും ഒക്കെ ആയി അടുത്തൊരു പള്ളിയുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു സൗദി അറേബ്യയിലെ ഒരു ഇഫ്താർ. ഈ 2026 ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അൽഹംദുലില്ലാ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരെ ബൈ.